ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ agrowgreen എന്ന ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് എങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ചട്ടികളിലൊക്കെ വളർത്തിയെടുക്കാമെന്നാണ് നോക്കാവുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിന് കൂടുതൽ മണ്ണിൻ്റെ സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ചട്ടികളിലൊക്കെ വളർത്തിയെടുക്കാം. ഞാൻ പ്ലാസ്റ്റിക് ചട്ടിയിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കമ്പി, ഒരു 2-4 കമ്പി നമുക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ചെടി നടുവാൻ വേണം. ഒന്ന് എന്ന് പറയുന്നത് ഈ ചട്ടിയും ഈ PVC പൈപ്പും തമ്മിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ പഴിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഡ്രിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതുപോലെ താഴെ വശത്ത് നമുക്ക് ഇതുപോലെ ഹോളിട്ട് ചട്ടിയുമായിട്ട് ബന്ധിപ്പിക്കും. അതുപോലെ തന്നെ ഒരു കമ്പി മുകൾ ഭാഗത്തും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ PVC പൈപ്പ് ചലിക്കുകയില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഇനി കയറൊക്കെ ഉള്ളവർക്ക് കയർ ചുറ്റി വെക്കാം. കയറിന്റെ ഒന്നും ആവശ്യമില്ല, ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തുവാൻ കയറിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇതിൽ പഠിച്ച് കയറിക്കോളും ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇങ്ങനെ താഴെയും മുകളിൽ ഇങ്ങനെ വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ടയറോ അങ്ങനെ വല്ലതും വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. മുകൾ ഭാഗത്തും ഇതുപോലെ 2 കമ്പികൾ നമുക്ക് പുതിയത് വാങ്ങേണ്ട കാര്യമില്ല. സ്ക്രാപ്പൊക്കെ വെക്കുന്ന കടയിൽ പോയാൽ വളരെ തുച്ഛമായ വിലയ്ക്ക് ഇതുപോലുള്ള കമ്പികൾ കിട്ടും. അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെയ്യാം. ഞാൻ ഈ എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് പൈപ്പ് 3 ഇഞ്ചിന്റെ പ്ലാസ്റ്റിക് പൈപ്പാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ചട്ടിയുടെ അടിഭാഗം നല്ല രീതിയിൽ കല്ലുകൾ ഇട്ട് നിറച്ചതിന് ശേഷം അതിന് മുകളിൽ മണ്ണും, അതുപോലെ കല്ലുകളിട്ട് നിറച്ചതിന് ശേഷം അതിന് മുകളിൽ മണ്ണും അതുപോലെ കുറച്ച് എല്ലുപൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിവളം, അങ്ങനെ ചൂട് കളഞ്ഞ കോഴിവളമായിരിക്കണം, ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്ലാന്റ് വളരും. ഇതിപ്പോൾ ഞാൻ വിൽക്കുന്നത് പലോറ എന്ന് പറയുന്ന മഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഏകദേശം ഞാൻ ഒരു തണ്ട് വാങ്ങിയത് 500 രൂപ കൊടുത്താണ് അന്ന് വാങ്ങിയത്. ഇപ്പോൾ വില കുറഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. പലോറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പഴുത്തു കഴിഞ്ഞാൽ, ഈ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഇത് നിൽക്കും. അതായത് 1 മാസം വേണമെങ്കിലും നിൽക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഇത് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയുന്ന ഒന്നാണ്. അത് ഒരുപാട് ശിഖരങ്ങളായിപ്പോയി. അപ്പോൾ ഈ ശിഖരങ്ങളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി നല്ല കരുത്തുള്ള 1-2 ശിഖരം മാത്രമേ മുകളിലോട്ട് പോകാൻ അനുവദിക്കാവൂ. എന്നാൽ മാത്രമേ ചെടി കരുത്തോടെ വളരുകയുള്ളൂ. ഇതിന് മുമ്പ് വളർത്തിയ ഡ്രാഗൺ ഫ്രൂട്ടാണ്. നല്ല രീതിയിൽ കായ് പിടിച്ചു. 1 വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ കായ് പിടിച്ചു. ഇനി അടുത്തത് മാർച്ച് ആകുമ്പോൾ വീണ്ടും കായ് പിടുത്തം തുടങ്ങും. അപ്പോൾ ഇത് ഒത്തിരി ഭാഗത്ത് നല്ല കായ്കളൊക്കെ ഉണ്ടായ ഒരു ചെടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ കമ്പുകളൊക്കെ മുറിച്ച് വേറെ തൈകളാക്കി വെക്കേണ്ടത്. ഈ സമയത്താണ്. അപ്പോൾ കായ്ച്ച തണ്ടുകൾ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. കായ്ച്ച തണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത പ്രാവശ്യം കാ പിടിക്കുന്നതാണ്. ഇതൊക്കെ ചെറിയ ഡ്രമ്മിലും ചട്ടികളിലും ഒക്കെ വെച്ചിരിക്കുന്ന ചെടികളാണ്. ഇത് താഴോട്ട് വീണ് അതിൽ കാ പിടിക്കാൻ ഉള്ള സാഹചര്യം ചെയ്തു കൊടുത്താൽ മാത്രം മതിയാകും നമുക്ക്. അതായത് സൺഷൈഡിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് താഴോട്ട് അതിൻ്റെ ശിഖരങ്ങൾ പടർത്തിയിട്ടാൽ അതിൽ നല്ല രീതിയിൽ കാ പിടുത്തമുണ്ടാകും. ഇത് ഞാൻ മതിലിൽ പടർത്തിയിട്ടിരുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. വെള്ളയാണ്. ഇത് നല്ല രീതിയിൽ കായ്ഫലം തന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ അത്ര പാടൊന്നുമില്ല. ആർക്കും എപ്പോഴും നടാവുന്ന ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഈ സമയമാണ് ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ പറ്റിയ സമയം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടുകൾ കട്ട് ചെയ്ത് വെച്ച് തൈകളാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ റോഡിലൊക്കെ കൊണ്ട് വിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടൊന്നും അത്ര വിളഞ്ഞ് പഴുക്കാത്തതാണ്. നമുക്ക് ഇതുപോലെ 1-2 ചെടി വെച്ച് കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ അത് തന്നെ വളരെയധികം തൈകളുണ്ടാക്കുകയും വളരെയധികം ചെടികൾ ആക്കുകയും ചെയ്യാം. പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന തൈകൾ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ഈ കായ്കൾ ഒട്ടും മധുരമില്ലാത്തതൊക്കെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഈ കായ്ക്ക് നല്ല മധുരവും നല്ല ഫ്ലേവറും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും 1-2 ഡ്രാഗൺ ഫ്രൂട്ടുകൾ വാങ്ങി വെക്കുക. അതിൽ നിന്ന് പിന്നീട് നമുക്ക് ഒത്തിരി തൈകൾ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് വില കൂടിയ തണ്ടുകളാണ് വാങ്ങുന്നതെങ്കിൽ ഈ സാധാ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.